പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ കാന്ത എന്ന ചിത്രത്തിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചാണ് തുടങ്ങിയത്. ഇനി ആർക്കെങ്കിലും വിഷമമാകുന്നതെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഓടെ എന്ന് പറഞ്ഞു പോവാം. കാന്ത എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ ഇന്നലെ ചൊവ്വാഴ്ച ദിവസം കിട്ടിയത് വെറും 2 കോടി രൂപ മാത്രമാണ്. ഒരു സ്ഥലത്ത് പോലും 1 കോടി കളക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ ഇന്നലെ കൊണ്ട് അത് 27 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. ഔദ്യോഗിക കളക്ഷൻ എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷേ നമ്മൾ കിട്ടുന്ന ട്രാക്കർമാരുടെ കണക്കും പ്രകാരം 27 കോടിയിലേക്ക് ഇന്നലെ കൊണ്ട് എത്തിയിരിക്കുന്നു. അങ്ങനെ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറായ ദുൽഖർ സൽമാൻ്റെ ചിത്രം 5 ദിവസം പിന്നിടുമ്പോൾ കേവലം 27 കോടി രൂപ മാത്രമാണ് കിട്ടിയത്. കേരളത്തിലെ കളക്ഷൻ എടുക്കുമ്പോൾ ഏകദേശം 4 കോടി പിന്നിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്ന 20 കോടി 60 ലക്ഷമാണ്. ഇന്നലെ തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടായത്, ഏകദേശം 90 ലക്ഷത്തോളം. ആന്ധ്രയിൽ നിന്ന് 60 ലക്ഷത്തോളം. ബാക്കിയുള്ള പ്രദേശങ്ങളിലെല്ലാം സാധാരണ രീതിയിലുള്ള കളക്ഷനാണ് ഉണ്ടായത്. അപ്പം 2 കോടിക്കടുത്താണ് ഇന്നലെ കളക്ട് ചെയ്തത്. അങ്ങനെ 20 കോടി 60 ലക്ഷത്തിലേക്ക് ഈ ചിത്രം ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നു. വളരെ നിരാശപ്പെടുത്തിയ പ്രകടനം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളുടെ പ്രകടനം തന്നെയാണ്. ഏകദേശം 7 കോടിക്ക് മുകളിലുള്ള തുകയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയത് എന്നാണ് അറിയാൻ പറ്റുന്നത്. കൃത്യമായിട്ടുള്ള വേൾഡ് വൈഡ് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു വിവരങ്ങളും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ 25 കോടി രൂപയ്ക്ക് അടുത്തുള്ള ആ തുകയെ മാത്രമേ നമുക്ക് ഔദ്യോഗികമായുള്ളൂ. പിന്നെ ഇന്ത്യ ഗ്രോഫൊക്കെ കാണിക്കുന്നുണ്ട്. ഇന്നലെ കർണാടകത്തിൽ നിന്ന് 25 ലക്ഷവും, ആന്ധ്രയിൽ നിന്ന് 60 ലക്ഷവും, തമിഴ്നാട്ടിൽ നിന്ന് 90 ലക്ഷവും, കേരളത്തിൽ നിന്ന് 35 ലക്ഷവും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5 ലക്ഷവും അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കളക്ഷനും ഇതുപോലെ തന്നെ ആയിരിക്കാം. ഒരുപക്ഷെ 2 കോടി തയ്ക്കാൻ ഇന്ന് ബുദ്ധിമുട്ടും എന്ന് തോന്നുന്നു. അങ്ങനെ ഇന്നുകൊണ്ട് അത് 27 കോടിയിലേക്ക് എത്തും. ഇതൊക്കെ സത്യമായ കാര്യങ്ങൾ. പലർക്കും ഇത് ഇഷ്ടപ്പെടുന്നില്ല. കമൻ്റൊക്കെ കാണുമ്പം എനിക്കും വളരെയധികം വിഷമമുണ്ട്. ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറായ ദുൽഖറിൻ്റെ ചിത്രം ഇങ്ങനെ പരാജയപ്പെട്ടു പോയതിൽ നമുക്കും വിഷമമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റില്ലേ? പിന്നെ പലരും പറയുന്നു ഇത് ഡീറ്റെയിൽ ആണെന്നൊന്നും പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അത് അവരുടെ വിഷമം കൊണ്ട് പറയുന്നതാണെന്ന് ആണ് ഞാൻ കരുതുന്നത്. ഇന്നത്തെ കളക്ഷൻ ഇന്നും ഈ രീതിയിലുള്ള 2 കോടി തയ്ക്കുമോ എന്നുള്ളത് സംശയകരമാണ്. അങ്ങനെ ഇതൊരു തികഞ്ഞ പരാജയത്തിൽ പലരും ചോദിക്കുന്നത് 50 കോടി കടക്കുമോ എന്നൊക്കെ പലരും കമൻ്റ് ചോദിക്കുന്നുണ്ട്. ഒരു കാരണവശാലും കടക്കാനുള്ള സാധ്യതയില്ല. ഈ കണക്കിന് പോവുകയാണെങ്കിൽ 2 കോടി എന്ന് പറഞ്ഞാൽ 10 ദിവസം കൂടെ കൃത്യമായിട്ട് 2 കോടി പിന്നിട്ടെങ്കിൽ മാത്രമേ ഇത് 50 കോടി കടക്കത്തുള്ളൂ. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പുതിയ റിലീഫൊക്കെ ഈ വെള്ളിയാഴ്ച ഉണ്ടാകുന്നു. അപ്പം തികച്ചും നിരാശപ്പെടുത്തുന്ന പ്രകടനം തന്നെയാണ് ഈ ചിത്രം കാഴ്ചവെക്കുന്നത്. ഒരു തികഞ്ഞ പരാജയത്തിലേക്ക് ഈ ചിത്രം മാറുന്നു. ഈ ദുൽഖറിൻ്റെ ഈ ചിത്രം പരാജയപ്പെടാനുള്ള കാരണം പലരും ചോദിച്ചു. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, വിദേശ രാജ്യങ്ങളിൽ ഇത് വേണ്ടത്ര കളക്ട് ചെയ്തില്ല എന്നുള്ളതാണ്. അതിനൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നു 1950 കാലഘട്ടത്തിലെ തമിഴ് സൂപ്പർ സ്റ്റാറിൻ്റെ കഥയാണ് ഇത് പറഞ്ഞത്. ഈ വ്യക്തിയെ എത്ര പേർക്ക് അറിയാമെന്നുള്ളത് നമുക്കറിയില്ല. ആ കാലത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആണെന്ന് പറയുന്നത്. ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് ത്യാഗരാജ സ്വാമികളെ വിളിക്കാമെന്ന് പറയും. സ്വർണ്ണ പൈകയിലൊക്കെയാണ് ആഹാരം കഴിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. സ്വന്തമായിട്ട് കാറൊക്കെ ഉള്ള വ്യക്തി, അങ്ങനെയൊക്കെ ഒത്തിരി വിശേഷണമുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ പുള്ളിയുടെ ജീവിതം ആകപ്പാടെ തകർന്ന് അവസാനം ഒന്നുമില്ലാതാണ് പുള്ളി മരിക്കുന്നത്. അപ്പോൾ ആ കഥ പറഞ്ഞപ്പം അത് എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നറിയില്ല. 50 കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചു വരുന്ന പുള്ളിയെ അറിയാവുന്നവരാരും സിനിമ പോലും കാണാത്ത യുവതലമുറയ്ക്ക് വേണ്ടിയാണ്. ദുൽഖറിൻ്റെ സിനിമകളെല്ലാം യുവതലമുറകളാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പം എന്തുമാത്രം അത് കൺവേ ആകാൻ പറ്റും, എന്തുമാത്രം ലിങ്ക് ആകാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതുതന്നെയാണ് വിദേശ രാജ്യ കളക്ഷൻ ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചേക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഇതൊക്കെ നമ്മൾ സ്നേഹം കൊണ്ട് പറയുന്ന അടി ദുൽഖറായാലും ഒരു മലയാളിയല്ലേ, നമ്മുടെ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറല്ലേ. പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറല്ലേ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അല്ലാതെ കളിയാക്കാനോ ഒന്നും അല്ല. ഈ ദുൽഖറിൻ്റെ സിനിമകളൊക്കെ മലയാളത്തിൽ വന്നിട്ട്
ഇപ്പം മലയാള പ്രേക്ഷകർ ദുൽഖറിനെ കൈയൊഴിഞ്ഞോ എന്നുള്ള സംശയങ്ങൾ പലരും കമൻറ്റിലൂടെയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നല്ലൊരു ചിത്രമായിട്ട് ദുൽഖർ വീണ്ടും മലയാള സിനിമയിലേക്ക് ഇടിച്ചു കയറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ആർക്കും വിഷമമായില്ല എന്ന് കരുതുന്നു. അപ്പോൾ നാളെയും ഞാൻ പുതിയ അപ്ഡേറ്റുമായിട്ട് എത്താം. ഓക്കെ, ബൈ.